ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റ് ഡേയിലേക്ക് വേണ്ടിയുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ടെലിഗ്രാം ചാനലിൽ കുറച്ച് ലെവൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് ഇന്ന് എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്തത്, അതേപോലെ എനിക്ക് ഇന്ന് വന്നിട്ടുള്ള എൻട്രി മോഡലും കാര്യങ്ങളിലോട്ടുമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഡേ നോക്കിക്കഴിഞ്ഞാൽ, തേഴ്സ്ഡേയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മോർണിംഗിൽ നല്ലൊരു മൂവ് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൂഡിലോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നത്തേക്ക് വേണ്ടി കുറച്ച് ലെവൽസ് നമ്മൾ ഇന്നലെ തന്നെ പ്രൊവൈഡ് ചെയ്തായിരുന്നു ടെലിഗ്രാം ചാനലിൽ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടില്ലെങ്കിലും, നമുക്ക് ചാനലിൽ വീഡിയോ ഇടാൻ ടൈം കിട്ടിയില്ലെങ്കിൽ, ഞാൻ മോസ്റ്റ്ലി ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ലെവൽസാണ് ഈ ലെവൽസ്, ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ലെവൽസ്. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെൻറ്റ് തന്നു. വളരെ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ്സ് നമുക്ക് ഇന്നത്തെ ഡേയിൽ നമുക്ക് കാണാനായിട്ട് പറ്റി. എക്സാക്ട്ലി നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു. മാർക്കറ്റ് ഈ ഒരു ലെവലിനെ താഴേക്ക് സസ്റ്റെയിൻ ചെയ്ത് ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു എൻട്രി മോഡൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഒരു എൻട്രി മോഡൽ കിട്ടാതെ ഈ ഒരു ഏരിയയിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് എടുക്കുന്ന ആൾക്കാർക്ക് എവിടെ ആയിരിക്കും എൻട്രി വരുന്നത്? ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയാസിലൊക്കെ ആയിരിക്കും അവർക്ക് അപ്സൈഡിലോട്ടുള്ള എൻട്രി വരുന്നത്. പക്ഷേ എൻട്രി മോഡൽ ചെയ്ത് നമുക്ക് എടുക്കുന്ന ടൈമിൽ എനിക്കൊരു എൻട്രി ആയിട്ട് വന്നത് ഈ ഒരു ഏരിയ ആയിരുന്നു. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ ഈ ഒരു ലെവൽ വെച്ചു. സെക്കൻഡ് ടാർഗറ്റായിട്ടുള്ള ഈ ഒരു ലെവലും, ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫെർദർ അപ്സൈഡിലോട്ട് മൂവ് ചെയ്യും. ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. ഈ ഒരു ലെവലിൻ്റെ മുകളിലും സസ്റ്റെയിൻ ചെയ്താൽ ഫെർദർ മാർക്കറ്റ് നല്ലൊരു ഹൈയിലോട്ട് മൂവ് ചെയ്യും എന്ന ഉള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, മാർക്കറ്റ് അത്രയും നല്ല മൂവ്മെൻറ്റ്സ് തരാനായിട്ട് മാർക്കറ്റിന് സാധിച്ചില്ല. കാരണം മാർക്കറ്റിൻ്റെ വിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലെ വോളറ്റൈലിറ്റി ഇൻഡെക്സ് എന്നാണ് ഇന്ത്യ വിക്സിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ വോളറ്റൈലിറ്റി ഇൻഡെക്സ് വളരെ താഴ്ന്നു നിൽക്കുമായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡേയ്സിലേക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. കാരണം നമ്മുടെ തൊട്ട് പ്രീവിയസ് ഡേ ഒക്കെ മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്നു. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 23,600 എന്ന് പറഞ്ഞ ലെവൽ നമ്മൾ ഇന്നലെ ഇതേ ലെവൽ, ഈ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതേ ഒരു ലെവലിൽ മാർക്കറ്റിൽ ഇന്ന് ആ ഒരു ലെവലിൽ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു എൻട്രി മോഡൽ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ്സ് ആയിരുന്നു ഇന്ന് നമുക്ക് പഞ്ച് ചെയ്തത്. അതേപോലെ തന്നെ എക്സാക്ട്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ ലെവൽസിലെ മാർക്കറ്റ് 1, 2, അതേപോലെ ഈ ഒരു ലെവൽസിലൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. മാർക്കറ്റ് നമ്മുടെ ലെവൽസിൽ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു 10 പുൾ ബാക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും, അതേപോലെ 10 മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് 70-80% നമ്മൾ ഇന്നലെ പ്രൊവൈഡ് ചെയ്ത ലെവൽസിൻ്റെ രീതിയിൽ തന്നെയായിരുന്നു മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തത്. നല്ലൊരു എൻട്രി ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ ഏത് ഗ്രൂപ്പിലായിരുന്നു, എൻ്റെ ടെലിഗ്രാം, ഞാനൊരു കോഴ്സായിട്ട് റൺ ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ എക്സാക്ട്ലി പറഞ്ഞു കൊടുത്തിട്ടുള്ള എൻട്രി മോഡൽ ഞാൻ ഇന്നത്തെ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. വിക്സ് ഈസ് വെരി ലോ ടുഡേ. അതുകൊണ്ട് ഇന്നത്തെ നമ്മൾ മാർക്കറ്റിൽ എൻട്രി മോഡൽസ് നോക്കുമ്പോൾ ഞാൻ ഈ ഒരു ഏരിയാസിലൊക്കെ എൻട്രി മോഡൽ എടുത്തത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ പ്രിഫറൻസിലായിരുന്നു ഈ ഒരു ഏരിയാസിലൊക്കെ എൻട്രി മോഡലായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളായിരുന്നു ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. അതേപോലെ നല്ല ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡേ ആയിരുന്നു നമുക്ക് ഇന്ന് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നാളത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ എന്ന് പറഞ്ഞ് വരാൻ പോകുന്നത് ഒരു ന്യൂ വീക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വീക്ക്ലി അനാലിസിസ് ചെയ്ത് നോക്കണം. അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിലേക്കുള്ള ഡെയിലി പെർസ്പെക്റ്റീവ്, ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലുള്ള ലെവൽസും കാര്യങ്ങളും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ആ കാര്യങ്ങളിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ മാർക്കറ്റിനെ വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റും മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒരു വേറെ ട്രെൻഡിലോട്ടായിരുന്നു മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അണ്ടിൽ മാർക്കറ്റ് ഈ ഒരു ലെവലായിട്ടുള്ള 23,800 എന്നൊരു ലെവലിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഫെർദർ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ക്ലിയർ കട്ടായിട്ട് ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അതേപോലെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഈ ഒരു വീക്ക് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റ് എന്ത് ചെയ്തു, 23,800 എന്ന് പറഞ്ഞ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ മാർക്കറ്റിന് ആ ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. മോസ്റ്റ്ലി ആ ഒരു ഏരിയാസിൻ്റെ മുകളിൽ നിന്ന് തന്നെ സസ്റ്റെയിൻ ചെയ്യാതെ തന്നെ ഷാർപ്പായിട്ടുള്ള ഡൗൺ സൈഡ്
സൈഡിലോട്ടുള്ള മൂവുകൾ നമ്മൾ കാണാനായിട്ട് ഈ ഒരു വീക്കിലോട്ട് സാധിച്ചു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ മാർക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,601 എന്ന് പറഞ്ഞ ലെവൽ. അതേപോലെ ഡൗൺ സൈഡിലോട്ടുള്ള ഫസ്റ്റ് ലെവലായിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,436 എന്ന് പറഞ്ഞ ലെവൽ. അതിന് താഴെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലാണ് 23,412. അതേപോലെ തന്നെ ഡൗൺ സൈഡിൽ 23,403 എന്ന് പറഞ്ഞ ലെവൽ. അപ്പോൾ ഈ ഒരു ലെവൽസ് എല്ലാം തന്നെ ഒരേ ഏരിയാസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടേതായ രീതിയിലുള്ള മാനേജ്മെൻറ്റിലും റിസ്ക് മാനേജ്മെൻറ്റിലും നിങ്ങളുടേതായ രീതിയിലുള്ള സ്ട്രാറ്റജി ബേസ്ഡും ഈ ഒരു ലെവൽസിൻ്റെ താഴെയൊക്കെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു അപ്സൈഡിലോട്ടുള്ള ലെവൽസിന് മുകളിലൊക്കെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള ട്രേഡ്സ് പഞ്ച് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഈ ഒരു ലെവൽസ് എന്ന് പറയുന്നത് മാർക്കറ്റ് മോസ്റ്റ്ലി റെസ്പെക്റ്റ് ചെയ്യും. മാർക്കറ്റ് ഈ ലെവൽസിൽ ഏത് രീതിയിലും പോസ് എടുക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ലെവൽസിലോട്ട് മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഷാർപ്പായിട്ടുള്ള ബൈങ്ങുകളോ ഷാർപ്പായിട്ടുള്ള സെല്ലിങ്ങുകളോ കാണിക്കാൻ പറ്റുന്ന ഒരു ഏരിയാസാണ് നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത്. അല്ലാതെ എൻട്രി എടുക്കാൻ വേണ്ടിയുള്ള ഏരിയാസ് അല്ല പറയുന്നത്. ഞാൻ തൊട്ട് ഈ ഒരു വീഡിയോയുടെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരു ലെവൽസിലൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള എൻട്രി മോഡൽസ് ഈ ലെവൽസിലൊക്കെ കാണുന്നതായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് നമ്മൾ ഈ ഒരു ലെവൽസിൽ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്, അതേപോലെ ഈ ഒരു ലെവൽസ് എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്, അത് ഞാൻ എങ്ങനെയാണ് ഈ ലെവൽസ് മാർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞു കൊടുത്ത് ഇരിക്കുന്നത്. അതേപോലെ തന്നെ അവർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ഈ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ക്ലാസ് എങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു, നിങ്ങൾക്ക് നേരത്തെ പഠിച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ, ഇത്രയും നാൾ മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളെ തന്നെ ഒരു റിവ്യൂ എടുത്തതിന് ശേഷം ആ ഒരു റിവ്യൂ ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ബാക്കി ലെവൽസിലോട്ട് പോകാം. നെക്സ്റ്റ് ലെവലായിട്ട് ഞാൻ നോക്കുന്നത് അപ്സൈഡിൽ നോക്കുന്ന ലെവലാണ് 23,738 എന്ന് പറഞ്ഞ ലെവൽ. അതിന് മുകളിൽ 23,808 എന്ന് പറഞ്ഞ ലെവൽ. അതിന് മുകളിൽ 23,870 എന്ന് പറഞ്ഞ ലെവൽ. ഡൗൺ സൈഡ് ഈ ഒരു ലെവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,217 എന്ന് പറഞ്ഞ ലെവൽ. അതേപോലെ തന്നെ 23,135 എന്ന് പറഞ്ഞ ലെവൽ. അപ്പോൾ ഇത്രയും ലെവൽസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്മിങ് ട്രേഡിംഗ് ഡേയിലേക്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള പെർസ്പെക്റ്റീവ് വ്യൂവും അതേപോലെ തന്നെ നെക്സ്റ്റ് ഡേ ആയിട്ടുള്ള ഇൻട്രാ ഡേയിൽ നമ്മൾ ഏതൊക്കെ ലെവൽസ് ആയിരിക്കണം നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ ചാർട്ടിൽ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ലെവൽസും കാര്യങ്ങളും ഇത്രയും ലെവൽസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക. ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. നമ്മുടെ ഒരു എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ ഞാൻ നെക്സ്റ്റ് വീക്കിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് മൺഡേയിലോ അല്ലെങ്കിൽ സൺഡേ റേഞ്ചിലോട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു സ്റ്റഡി പർപ്പസ് വീഡിയോ ഞാൻ നാളെ ഒരു ഈവനിങ് ടൈമിലും കൂടി ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ആൾക്കാർ കാണുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ലെവൽസിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് വളരെ കുറച്ച് ആൾക്കാരെ, ഓൾമോസ്റ്റ് ഒരു 10 ആൾക്കാരെ മാത്രം, എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ആവണ്ട എന്നുള്ള രീതിയിൽ, എന്ന് പറഞ്ഞാൽ 10 ആൾക്കാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ ഇത്രയും 10 ആൾക്കാർ ഈ ലെവൽസ് മാർക്ക് ചെയ്യാൻ പഠിച്ചോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർ, ആരെങ്കിലും കുറച്ച് ആൾക്കാരുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടെസ്റ്റിമോണീസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ബാക്കി ആൾക്കാർക്ക് ഇതിലോട്ട് വരാനുള്ള ഒരു എൻകറേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രചോദനമോ ആവത്തുള്ളൂ. അപ്പോൾ അത്രയും ആൾക്കാരുടെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ഞാൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഇൻഡിക്കേറ്റർ സെല്ല് ചെയ്യുന്നൊരു ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ എൻ്റേതായിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അവിടെയും കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ ആയിരിക്കും നമ്മുടെ പുതിയതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വരുന്നത്. ഞാനൊരു ഇൻഡിക്കേറ്റർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർമലി നിങ്ങൾ കാണുന്നത് കണക്ക് പല സ്ട്രാറ്റജീസും, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് അല്ല പറയുന്നത്, പല ഇൻഡിക്കേറ്റേഴ്സും ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തുള്ള സ്ട്രാറ്റജി അല്ല, വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ നിങ്ങൾക്കത് കമ്മിങ് ഡേയ്സിൽ സൺഡേയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.